നമസ്കാരം, ടൈലർ ആനന്ദ്. ഇപ്പോൾ ഒന്ന് ബ്ലൗസ് കട്ടിങ് 36 ബ്ലൗസ് അളവെടുത്ത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണുള്ള വീഡിയോ വന്നിട്ട് ഇതിലിപ്പോൾ കാണാം. ആദ്യം തന്നെ മറക്കാതെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇപ്പോൾ വന്നിട്ട് ബ്ലൗസ് മാർക്ക് ചെയ്യാം. ആദ്യം ബാക്ക് നമ്മൾ മടിച്ചടിക്കാനുള്ള ഒരു അളവ് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് ഇറക്കം വന്ന് ഈ ബ്ലൗസിന് 14.5 ഇഞ്ച് ഇറക്കം. 14.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് 1/2 ഇഞ്ച് മുകളിൽ മാർക്ക് ചെയ്യുക. ഷോൾഡർ പിടിക്കാനുള്ള മാർക്ക്. ഇപ്പോൾ കൈക്കുഴി ഡിവൈഡ് ചെയ്യണമെന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ബോഡി മെഷർമെൻറ്റ് അളവ് ആദ്യം ഇവിടെ എഴുതി വയ്ക്കുക. ആദ്യം ബോഡി 36, ഇടുപ്പ് 31. ഇപ്പോൾ ഡിവൈഡ് ചെയ്യുന്നത് ബോഡി 36, അത് ഒന്ന് 6 ഡിവൈഡ് ചെയ്യണം. 6 ഡിവൈഡ് ചെയ്യുമ്പോൾ 6 ഇഞ്ച് വരും. 6 ഇഞ്ചിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് കമ്മിയാക്കി മാർക്ക് ചെയ്യുക. 6 ഇഞ്ച് മാർക്ക് ചെയ്താലേ കറക്റ്റായി വരും. നമ്മൾ കൈക്കുഴി റൗണ്ട് വന്നിട്ട് വലുതാകാതിരിക്കുക, ഒരു 1/4 ഇഞ്ച് കമ്മിയാക്കി മാർക്ക് ചെയ്യുക. ആദ്യം ലൈൻ എടുക്കുക. ആദ്യം കറക്റ്റായി ലൈൻ എടുത്തതിന് ശേഷം ഇപ്പോൾ വന്നിട്ട് 36-ന് വന്നിട്ട് 5.25 കൈക്കുഴി മെഷർമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അളവ് ബ്ലൗസ് ഇല്ലാതെ അളവെടുത്ത് മെഷർമെൻറ്റ് വെച്ച് എങ്ങനെ കട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൽ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ബോഡി 36 ലൂസ് എടുക്കുന്നത് വന്നിട്ട് 36 4 ഡിവൈഡ് ചെയ്യണം. 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 9 ഇഞ്ച് വരും. 9 ഇഞ്ച് കൂടെ 1 ഇഞ്ച് ചേർത്തുക. 10 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. ഇടുപ്പ് ലൂസ് എടുക്കുന്നത് വന്നിട്ട് 31. 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 7.25 വരും. 1 ഇഞ്ച് ചേർത്ത് 8.25 മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിൽ ഷേപ്പ്, ബോഡിക്ക് ഇടുപ്പിനുള്ള ഷേപ്പ് ക്രോസ് ലൈൻ എടുക്കുക. അവിടുന്ന് ഈ ലൈൻ വന്നിട്ട് സ്ട്രൈറ്റ് ആക്കൂടെ എടുക്കുക. അവിടെ നിന്ന് ഇങ്ങനെ സ്ട്രൈറ്റ് ആക്കൂടെ എടുക്കുക. ഇപ്പോൾ ഷോൾഡർ നമ്മൾ അളവെടുത്തിട്ടില്ല, അതായത് ബോഡിയിൽ നിന്ന് ഡിവൈഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ അതായത് 36 ഇഞ്ച് ബോഡി 6 ഡിവൈഡ് ചെയ്യുമ്പോൾ 6 ഇഞ്ച് വരും. 1/4 ഇഞ്ച് ചേർത്തുക. 6 ഡിവൈഡ് ചെയ്യുക, 1/4 ഇഞ്ച് ചേർത്തുക. കഴുത്തളവ് വന്നിട്ട് 6.25 പകുതി 3 ഇഞ്ച് ഒരു പോയിൻറ്റ് കഴുത്തിൻ്റെ മാർക്ക്. കഴുത്തിറക്കം 9 ഇഞ്ച്. 9 ഇഞ്ച് മാർക്ക് ചെയ്യുക. 9 ഇഞ്ച് എങ്ങനെ ഡിവൈഡ് കണക്ക് വെച്ചാൽ ബോഡി 36, 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 9 ഇഞ്ച്. 9 ഇഞ്ച് മാർക്ക് ചെയ്യുക. അല്ലാതെ ഈ കഴുത്തിറക്കം ഇത്ര വേണ്ടെന്നുണ്ടെങ്കിൽ കൂടെ 1 ഇഞ്ച് കമ്മിയാക്കാം. ഈ ബ്ലൗസിന് 9 ഇഞ്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് സ്ട്രൈറ്റ് ആവും ലൈൻ. അപ്പോൾ കൈക്കുഴി മെഷർമെൻറ്റ് വന്നത് സ്ട്രൈറ്റ് എടുക്കുക. ഇവിടുന്ന് ഷേപ്പ് നമുക്ക് അങ്ങനെ ലേസ് ഇവിടുന്ന് എടുക്കുക. ഇവിടെ ഒരു 1.5 ഇഞ്ച് പാൻറ്റിൽ നിന്ന് 1.5 ഇഞ്ച് വരുന്ന മാതിരി ഷേപ്പ് കട്ട് ചെയ്യുക. അത്ര തന്നെ ഈ അളവിൽ വെച്ച് കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക. ഇത് കൈക്കുഴി വെട്ടുന്ന സമയത്ത് വലുതാകാതിരിക്കാൻ ഒരു 1/4 ഇഞ്ച് കമ്മിയാക്കിയിട്ടുണ്ട്. നമുക്ക് കൈ വെട്ടിയതിന് ശേഷം കൂടെ വെച്ച് നോക്കിയിട്ട് 1/4 ഇഞ്ച് കൂടെ കട്ട് ചെയ്തെടുക്കാം. കൈക്കുഴി വലുതാകുമ്പോൾ പിന്നെ മിസ്റ്റേക്ക് വരും. ഓക്കെ, ഇത് ബാക്ക് കഴിഞ്ഞു. ഷേപ്പ് ഒന്ന് കറക്റ്റ് ചെയ്യുക. കറക്റ്റ് ചെയ്തിട്ട് ഇനി ഒന്ന് കൈ കറക്റ്റായി മടിക്കുക. കൈ ലെങ്ത്ത് വന്നിട്ട് 6 ഇഞ്ച്.
എമ്മിങ് ചെയ്യാൻ ഒരു ഇഞ്ച് 1.25 ഇഞ്ച് എമ്മിങ് ചെയ്യാൻ മാർക്ക് ചെയ്യുക. കൈ ലെങ്ത്ത് 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് ഷേപ്പ് എടുക്കുന്നത് വന്നിട്ട് ഇപ്പോൾ ബോഡി വന്ന് 36, അത് 10 ഡിവൈഡ് ചെയ്യണം, 3.5 ഇഞ്ച് വരും. ക്രോസ് ലൈൻ ഷേപ്പ് എടുക്കുന്ന ഒന്ന് 3.5 ഇഞ്ച്, 36 ഇഞ്ച് ബ്ലൗസിന് 10 ഡിവൈഡ് ചെയ്യുമ്പോൾ 3.5 ഇഞ്ച് വരും. 3.5 ഇഞ്ച് കറക്റ്റാണ് മാർക്ക് ചെയ്യുക. ഇപ്പോൾ ലൂസ് അളവെടുത്തതാണ് 6 ഇഞ്ച് താഴെ മെഷർമെൻറ്റ് അളവെടുത്ത അളവ്. ഇപ്പോൾ കൈ ലൂസ് വന്നിട്ട് ബോഡി 36, 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 9 ഇഞ്ച് വരും. 9 ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ച് കമ്മിയാക്കുക, 8 ഇഞ്ച്. ഈ ക്രോസ് ആയിട്ട് എടുക്കുന്ന മെഷർമെൻറ്റ് വന്നിട്ട് 8 ഇഞ്ച് വരണം. ഫിനിഷിങ് വന്നിട്ട് 8 ഇഞ്ച് വന്നു കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്യണ കണക്ക് വന്നിട്ട് കറക്റ്റാണ് വരും. ഷേപ്പ് എടുക്കുന്നത് ഷേപ്പ് ഈ ടൈപ്പിലെടുക്കുക. അതായത് ഈ കൈ ഷേപ്പ് എടുക്കുന്നതിൽ നിറയെ മിസ്റ്റേക്ക് വരും. അത് കാരണം താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ടൈലർ ആനന്ദ് എന്നുള്ളതിൽ. അതിൽ കൈ വെട്ടുന്നത് നിറയെ വീഡിയോ വിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കൂടെ കൈ വെട്ടുന്ന വീഡിയോ തനിയുണ്ട്, അതിൽ പോയി കാണാം. അപ്പോൾ കൈ ഷേപ്പ് എടുക്കുന്ന സമയത്ത് ഈ ടൈപ്പിൽ വരണം. അധികം വലിയ റൗണ്ട് വരാതെ ഈ ഷേപ്പിൽ എടുക്കുമ്പോൾ കൈ വന്നിട്ട് മിസ്റ്റേക്ക് ഇല്ലാതെ കറക്റ്റാக ഫിനിഷിങ് നല്ല ഇതായിട്ട് വരും. കവർ തട്ട് എടുക്കുന്നത് ഒരു 3/4 ഇഞ്ച് കവർ തട്ട് എടുക്കുക. ഒരു 3/4 ഇഞ്ച് വരുന്ന മാതിരി കവർ തട്ട് കട്ട് ചെയ്യുക. ഇപ്പോൾ കൈ കറക്റ്റാக വെട്ടി ഫിനിഷായി. ഇപ്പോൾ വന്നിട്ട് നമ്മൾക്ക് ക്രോസ് ലൈൻ വന്നിട്ട് ഫിനിഷിങ് വന്ന് 8 ഇഞ്ച് വേണം. ഈ ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ മെത്തേഡ് വന്നിട്ട് ഈ ടൈപ്പാണ്. ഇപ്പോൾ നമ്മൾ കൈ വെട്ടിയതിന് ശേഷം നമ്മൾ ബാക്ക് ആദ്യം കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിന് കൈക്കുഴി റൗണ്ട് കറക്റ്റാണോ നമ്മൾ ചെക്ക് ചെയ്യുക. കറക്റ്റാണ്. അപ്പോൾ അത് വേറെ ഒന്നും ചെയ്യണമെന്നില്ല, കറക്റ്റാണ്. കൈ റൗണ്ട് കറക്റ്റായി. ഇപ്പോൾ വന്നിട്ട് ഫ്രണ്ട് ഈ ബ്ലൗസിന് ക്രോസ് കട്ടിംഗ് ആണ്. ക്രോസ് കട്ടിംഗ് ബ്ലൗസ് കൈ ഈ ടൈപ്പിൽ തിരിച്ചിടുക. കറക്റ്റാണ്. കഴുത്തിൻ്റെ അവിടെ ഒരു മാർക്കിങ്, ഇവിടുന്ന് സ്ട്രൈറ്റ് ആവ് ലൈൻ എടുക്കുക. ആദ്യം എടുത്തതിന് ശേഷം 1/2 ഇഞ്ച് കമ്മിയാക്കി ഉള്ളിൽ ഒരു മാർക്കിങ്. ഈ 1/2 ഇഞ്ച് കമ്മിയാക്കി മാർക്ക് ചെയ്യുന്നതിലാണ് ഇപ്പോൾ കട്ട് ചെയ്യണം. അതായത് ഫ്രണ്ട് വന്നിട്ട് 1/2 ഇഞ്ച് കമ്മിയാക്കി എടുക്കണം. അപ്പോഴേ ഒന്ന് ഈ ക്രോസ് കട്ടിങ് ബ്ലൗസിൽ വന്നിട്ട് ഫിറ്റിങ് കറക്റ്റാണ് വരും. ക്രോസ് കട്ടിങ്ങിന് മാത്രമല്ല സാധാ കട്ടിങ്ങിന് എടുക്കുക. ടൈപ്പ് എടുക്കുമ്പോൾ ഫിറ്റിങ് നീറ്റാണ് വരും. കഴുത്ത് ലൂസ് ഇല്ലാതെ, ഷോൾഡർ ലൂസ് വരാതെ, അങ്ങനെയുള്ള മിസ്റ്റേക്കുകളൊന്നും ഇല്ലാതെ ഫിറ്റിങ് നീറ്റാണ് വരും. അപ്പോൾ ഈ ബ്ലൗസിന് വന്നിട്ട് ഫ്രണ്ട് കഴുത്തിറക്കം 7.5 ഇഞ്ച്, 7.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. നോർമലായി വരുന്നത് വന്നിട്ട് ഒരു 6 ഇഞ്ചേ വരുള്ളൂ. ഈ ബ്ലൗസിന് 7.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. കഴുത്ത് ഷേപ്പ് എടുത്ത് അങ്ങനെ കട്ട് ചെയ്യുക. ഇത് നമ്മൾ ബാക്ക് കട്ട് ചെയ്ത ഈ ടൈപ്പിലെ വന്ന് കൈക്കുഴി കട്ട് ചെയ്തെടുക്കാം. ആദ്യം അതേ അളവ് വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഈ സൈഡിൽ വെട്ടുന്ന സമയത്ത് താഴെ വരുമ്പോൾ സ്ട്രൈറ്റ് എടുക്കരുത്. താഴെ വന്ന് 1 ഇഞ്ച് അധികം എടുക്കണം. പ്ലീറ്റ് പിടിക്കുന്ന സമയത്ത് സൈഡിൽ ഉള്ളിൽ പോകും. അത് കാരണം 1 ഇഞ്ച് തള്ളി വെട്ടണം. ഇപ്പോൾ മെയിനാണ് വന്നിട്ട് ഫ്രണ്ട് ഇറക്കുന്നത് വന്നിട്ട് ഇപ്പോൾ അളവ് ബ്ലൗസ് ഇല്ലാത്ത കാരണം ബോഡി വന്ന് 36,
4 ഡിവൈഡ് ചെയ്യുമ്പോൾ 9 ഇഞ്ച് വരും. 9 ഇഞ്ചിൻ്റെ കൂടെ 4 ഇഞ്ച് ചേർത്ത് വയ്ക്കണം. 4 ഇഞ്ച് ചേർത്ത് വയ്ക്കുമ്പോൾ ടോട്ടൽ 13 ഇഞ്ച് വരും. അപ്പോൾ 4 ഇഞ്ച് ചേർത്ത് വയ്ക്കുന്ന സമയത്ത് കറക്റ്റായി വരും. സപ്പോസ് ഇത് ഒരു ചിലർക്ക് അത് മതിയാവില്ല, അരഞ്ച് കൂടെ ചേർത്തേണ്ടി വരും. അപ്പോൾ ഈ ബ്ലൗസിന് ഞാൻ വന്നിട്ട് 4.5 ഇഞ്ച് ചേർത്തിട്ടുണ്ട്. ടോട്ടൽ ഇറക്കം 13.5 ഇഞ്ച് വരും. ടോട്ടൽ ഇറക്കം 13.5 ഇഞ്ച്. ഇവിടെ നിന്ന് 2 ഇഞ്ച് ഷേപ്പ് എടുക്കാൻ 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെയും 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇപ്പോൾ സെൻറ്റർ പോയിൻ്റ് എടുക്കുന്നത് വന്നിട്ട് ബോഡി 36, 10 ഡിവൈഡ് ചെയ്യുമ്പോൾ 3.5 ഇഞ്ച് വരും. അപ്പോൾ നമ്മൾ ഊക്ക് വെക്കണ ഭാഗത്ത് ഒരു അരഞ്ച് പിടിക്കും, അതും ചേർത്ത് ഇവിടെ മാർക്ക് ചെയ്യുക. 3.5യും 3.25 ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. അപ്പോൾ കറക്റ്റായി വരും സെൻറ്റർ പോയിൻ്റ്. ഇപ്പോൾ ഇവിടെ നിന്ന് അരഞ്ച് ഉള്ളിൽ തള്ളിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിൽ തള്ളിയിട്ട് കട്ട് ചെയ്യണം. അരഞ്ച് വന്നിട്ട് ഫ്രണ്ട് കമ്മിയാക്കി കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് ഈ ടൈപ്പിൽ എടുക്കാം. അതായത് ഫ്രണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ടൈപ്പിൽ എടുക്കുമ്പോൾ വന്നിട്ട് മിസ്റ്റേക്കുകളൊന്നും അധികം വരില്ല, ഫിറ്റിംഗ് നീറ്റായി വരും. അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് കവർ തട്ട് ഒരു അരഞ്ച്, അധികം വേണമെന്നില്ല, ഒരു അരഞ്ച് വരുന്ന മാതിരി ഒന്ന് എടുക്കാം. പ്ലീറ്റ് ഇതിപ്പോൾ നമ്മൾ സെൻറ്റർ പോയിൻ്റിൽ നിന്ന് കറക്റ്റായി മടിക്കുക. ഇവിടെ നിന്ന് മടിച്ച് ഫ്ലീറ്റ് ഒരു 1.5 ഇഞ്ച്, ഫ്ലീറ്റ് ലെങ്ത്ത് വന്ന് 2.25 ഇഞ്ച് വെച്ച് കറക്റ്റ് ഫ്ലീറ്റ് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്യുന്ന സമയത്ത് തയ്ക്കുമ്പോൾ അത് ഈസി ആയിരിക്കും. ഈ ടൈപ്പിൽ എടുക്കുമ്പോൾ കഴുത്ത് നീറ്റായി വരും. ഇപ്പോൾ ക്രോസ് ബെൽറ്റ് എടുക്കാനുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കറക്റ്റായി വയ്ക്കുക. സൈഡിൽ നിന്ന് ഈ ഗ്യാപ്പ് നോക്കുക, അത്ര വരുന്നുള്ളത്. 2.25 ഇഞ്ച് ഫിനിഷിങ്, 2.25 ഇഞ്ച് ഫിനിഷിങ് വേണം സൈഡിൽ. അവിടെ വന്നിട്ട് സൈഡിൽ ജോയിൻ്റ് വന്ന് കറക്റ്റായി വരുള്ളൂ. 2.25 ഇഞ്ച് ഫിനിഷിങ് വരുന്ന മാതിരി കട്ട് ചെയ്യണം. അപ്പോൾ തുണി നമ്മൾക്ക് വീതി കൂടുതൽ, അപ്പോൾ പിന്നെ കട്ട് ചെയ്യണ്ട, അങ്ങനെ മടിച്ച് വയ്ക്കുക. നമ്മൾ തയ്ക്കുന്ന സമയത്ത് ഉള്ളിൽ സ്റ്റിപ്പിന് കറക്റ്റായി വരും. ബോഡി വന്നിട്ട് ഇടുപ്പ് വന്നിട്ട് 31, സൈഡിൽ വന്നിട്ട് 7.25 ഇഞ്ച് ഫിനിഷിങ് വേണം. 7.25 സൈഡിൽ നിന്ന് എക്സ്ട്രാ വന്നിട്ട് ഒരു 1.5 ഇഞ്ച് തള്ളി മാർക്ക് ചെയ്യാം. ഇവിടെ ഫിനിഷിങ് 2.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. സൈഡിൽ വന്നിട്ട് 1/2 ഇഞ്ച് ചേർത്താൽ മതി, കറക്റ്റായി വരും. 3 ഇഞ്ച് കറക്റ്റായി മാർക്ക് ചെയ്യുക. ഈ മാർക്കിങ്ങിൽ നമ്മൾ സ്റ്റിച്ചിങ് വരുന്ന മാതിരി കട്ട് ചെയ്യുക. അപ്പോൾ അത് 1/4 ഇഞ്ച് മേലെ കട്ട് ചെയ്യുക. ഇത് അധികം ഷേപ്പില്ലാതെ ഈ ഷേപ്പിൽ എടുക്കുന്ന സമയത്ത് എല്ലാവർക്കും ഷൂട്ടാകും. അധികം ഷേപ്പ് എടുക്കുന്ന സമയത്ത് വേറെ ആൾക്കാർക്ക് അത് സീറ്റിംഗ് കറക്റ്റായി വരില്ല. ഇത് വന്നിട്ട് ഈ ടൈപ്പിൽ എടുക്കുമ്പോൾ എല്ലാവർക്കും അത് സൂട്ടാകും. ഓക്കെ, മറക്കാതെ ലൈക്ക് ചെയ്യണം. നമസ്കാരം, നന്ദി.